അപ്പോൾ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ ഹബീബിയാളെ, എൻ്റെ മുത്തുമണിയാളെ, എന്താ വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും. ഞാനിപ്പോൾ ഇതാ ഡ്യൂട്ടിക്ക് പോകട്ടോ. ഓക്കെ, ഫുഡ് മേടിക്കാണ്ട്. ഫുഡ് അവിടെ ഓൾറെഡി വിളിച്ച് പറഞ്ഞു, അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ തന്നെ നല്ല പുഴുങ്ങിയെടുക്കുന്ന ചൂടുണ്ട് ഗൈസ്, ബാക്കി കാണാൻ പോകും. സോ ഗൈസ്, എൻ്റെ ഫുഡ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ലഞ്ചും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി ചായയും കൊഴുക്കട്ട എടുക്കുന്നത് ബായ്. ഞങ്ങളുടെ 3 കൊഴുക്കട്ട. സംഭവം ഇവിടെ അടുത്തൊരു മൈക്കുണ്ട്. ഇതുവഴി നമ്മൾ എന്ത് പറയുന്നോ അത് ഡബിൾ ആയിട്ട് കിട്ടും. അതായത് ഒരു ചായ പറയുകയാണെങ്കിൽ ഒരു ചായ ഒരു കൊഴുക്കട്ടയും കിട്ടും. പൈസ ഹിലാലും ഞാനല്ല, കൊടുക്കും. ഞങ്ങളുടെ 3 കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊഴുക്കട്ട എന്നുള്ളത് മൈക്കിലോട് പറഞ്ഞേ. ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് തന്നെ ഞാനിപ്പോ എത്ര പ്രാവശ്യം പറഞ്ഞു? കൊഴുക്കട്ട വന്നു, ചായ വന്നില്ല. പറയിപ്പിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് പറയിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അശരീരി. അശരീരി എന്നെന്ത് പറയടാ, ഒരു രീതി. ഞങ്ങളൊരു സംഭവമാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ്, ഞങ്ങൾക്കായി ചായ സ്പോൺസർ ചെയ്യുന്നത് നാം കെ ഇമ്രാൻ ഭായ്. ഇമ്രാൻ ഭായ് ആണ് നമുക്ക് വേണ്ടി ചായ സ്പോൺസർ ചെയ്തേക്കുന്നത്. इमरान भाई, बहुत गर्मी है ना? ज़्यादा? कैसा काम कर रहा है इधर? अभी मैं बाहर आया, वो भी जूस बना रहा था. हाँ, आप इधर का जूस मेकर है? अभी जूस का कस्टमर नहीं. നൈസ്. താങ്ക് യു ഭയ്യ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. അവൻ്റെ ലൈറ്റ് ചായ, വെള്ളപ്പതയുള്ള ലൈറ്റ് ചായ. നിൻ്റെയോ? ഡാർക്ക് അല്ലേ? അതെന്താ സൗണ്ട്? വരുമോ? എന്താ ശാസ്ത്രീയമായി ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി. എല്ലാ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം. ചായ കുടിയോ? ഇത് ഒഴിവാക്കണം. ചായ കുടിയോ? യെസ്. പറ്റുമോ? നടക്കുന്നില്ല. നിനക്ക് പറ്റുമോ? വൈകിട്ട് 4:30 ആകുമ്പോഴേ. നീ ഇനിയിപ്പോൾ റൂമിൽ നിന്ന് ഫ്രണ്ട്സായിട്ടും പോകത്തില്ലേ? ചായ കുടിക്കാൻ പോകില്ലേ? എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. നീ ഇനി പോവാ റൂമിൽ നിന്ന്? ഞാൻ പോകില്ല. ഞാൻ ഇവിടുത്തെ ഒരു ചായ റൂമിൽ പോയിട്ട് ചായ കുടിക്കുന്നു. അങ്ങനെ ചായ കുടി പൈസ പോകുന്നുണ്ട്. എന്താ ചെയ്യാൻ പറ്റില്ല അല്ലേ? ചായ കുടിച്ചിട്ട് പൈസ പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അതെ, ചായ കുടിച്ചിട്ടുണ്ട്, അല്ലാതെ പൈസ പോകരുത്. ഓരോരുത്തർ വെറുതെ തിന്നും കുടിച്ച് ജീവിക്കുന്നു. നാട്ടിലുള്ളവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? തലവേദന ഉണ്ടോ? ഇല്ല. നമുക്കാണെങ്കിലോ? വേറെ കാര്യമുണ്ട്, അവർക്ക് സ്ട്രെസ് ഇല്ലായിരിക്കും ചിലപ്പോൾ. അവരൊന്നിനെയും കുറിച്ച് ബോധേഡാവുന്നില്ല. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല. ഇവിടെ വരുമ്പോൾ ജോലിയുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട് നമുക്കുണ്ട്. നമ്മളിപ്പോൾ റൂമിൽ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഞാൻ പറയാം, സാധാരണ ഒരാൾ, നാട്ടിലുള്ള ഒരാൾ, ഒരു കർഷകൻ എഴുന്നേറ്റു, അയാളുടെ ബേസിക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അയാൾ നേരെ പാടത്തേക്ക് കിടന്നു, അല്ലെങ്കിൽ കൃഷി എന്തെങ്കിലും ടെൻഷനുണ്ട്. ടെൻഷൻ അല്ലേ? അതായത് പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ചോറ് എന്ത് സുഖമാണ്. നമ്മളങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ വർക്ക് ആയതുകൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല. നമുക്ക് മെയിൻ കാര്യം എനിക്ക് തോന്നുന്നത് എന്താ പറയുക, എല്ലാ പ്രവാസികൾക്കും നാട്ടിൽ പോയി, ഒന്നാമത് ഇത് നാടല്ല, വീട്ടിൽ പോകണം എന്നുള്ളൊരു ചെറിയ ലിറ്റിൽ സ്ട്രെസ്. ചെറുതോ വലുതല്ലേ? അല്ല, നാട്ടിലല്ലല്ലോ. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ് കയറി വരും. നമുക്ക് കുക്കൊക്കെ ഉണ്ടാക്കി തരാൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഡെയിലി ഞാൻ എല്ലാ കുക്കിങ് ചെയ്യുമ്പോഴും എൻ്റെ മൈൻഡിൽ കയറി വരുന്ന സാധനം അത്. വീട്ടിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ശരി അല്ലേ? ഞാൻ കാലൊക്കെ സത്യം അല്ലേ?
ഞാൻ എല്ലാ സമയത്തും ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനും ആലോചിക്കുന്നു. ഞാൻ പാത്രം ഓർമ്മയാണ് കൂടുതൽ ആലോചിക്കുക. ആ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ പണ്ടാറത്തൊന്നും ചെയ്യേണ്ടത് സ്വാഭാവികം. അതുപോലെ നാട്ടിലാണെങ്കിൽ നീ നാട്ടിലെ ഷവറിൽ എന്തെങ്കിലും തീവെള്ളം കൊണ്ട് കുളിച്ചിട്ടുണ്ടോ? നമ്മള് ബാത്റൂം ക്ലോസറ്റിൽ ഇരിക്കുക എന്തെങ്കിലും തീവെള്ളം ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ തീവെള്ളമാണ് ഇട്ടോണ്ടിരിക്കുന്നത്. അതെ അതെ, ഒരാഴ്ചയായിട്ട് നമ്മൾ തീവെള്ളമാണ് ഇട്ടോണ്ടിരിക്കുന്നത്. ശരിക്കും കേട്ടോ. അല്ല ഉയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വൈകിട്ട് ഇറങ്ങി. 5 മിനിറ്റ് ആയതേ ഉള്ളൂ, മൊത്തം വിയർത്ത് ആ ബനിയൻ ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം വരും. അമ്മാരി എങ്ങനെയൊക്കെ എടുത്ത് കളയുക. എന്നിട്ട് അപ്പൊ പിന്നെ ഇത് ഊരിയിട്ട് ഒന്ന് കുടിച്ചേക്കാന്ന് പറഞ്ഞ് വാഷ്റൂമിൽ കയറിപ്പോ എന്നിട്ട് അവിടെ നിന്ന് തണുത്ത വെള്ളം കവറിന്ന് പോകയൊക്കെ ആയിട്ട് വരുമ്പോ ഭയങ്കര വിറ്റ്. ഞാനിപ്പോ 1 മണിക്കൂർ വെള്ളം പിടിച്ച് 2 വെച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത്. ഞാനുണ്ടല്ലോ നിന്റെ അടുത്ത് ബക്കറ്റൊക്കെ ഉണ്ടോ? ഞാൻ ബക്കറ്റൊക്കെ ഞാൻ കുറെ കാലമായി ബക്കറ്റ് മേടിക്കണം വെച്ചിട്ട്. ബക്കറ്റ് മേടിക്കാൻ വേണ്ടി ഏത് സൂപ്പർ ബുദ്ധി പോവേ ആയി പോവും. എന്നിട്ട് അവിടെ പോയിട്ട് ബക്കറ്റ് മേടിക്കൂല, വേറെ എന്തെങ്കിലും മേടിച്ചിട്ടൊക്കെ വരും. ഞങ്ങൾ ബക്കറ്റ് ഉണ്ട് ഉണ്ടോ? ഞാൻ പറയാം, മറ്റേ ടാപ്പിൽ നിന്ന് ഒരു കപ്പ് വെള്ളം പിടിക്കും. ആദ്യം വരുന്ന കുറച്ച് വെള്ളം തണുപ്പായിരിക്കും, അതിൽ നിന്ന് വെള്ളം പിടിക്കും. പിന്നെ മറ്റേ അല്ലാതെ മെയിൻ ഷവറിൽ നിന്ന് ഒരു മിനിറ്റ് അടുപ്പിച്ച് വെള്ളം തണുത്ത വെള്ളം വരുന്നു, അത് പിടിക്കും. പിന്നെ ഒരു ടാപ്പും കൂടെ ഉണ്ട്, അതിൽ നിന്ന് 1 മിനിറ്റ് പിടിക്കും. അപ്പൊ ഏകദേശം ഒരു 1/4 ബക്കറ്റ് വെള്ളം കിട്ടും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി കൊണ്ട് ഉപ്പിലിട്ട് ബുദ്ധിമാൻ തന്നെ, ശക്തിമാൻ ബുദ്ധിമാൻ. എന്നിട്ട് ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഒരു 1/2 ബക്കറ്റിലൊക്കെയാണ് വൈകിട്ടത്തേക്ക് കുളി. അല്ലാതെ എങ്ങനെ കുളിക്കാൻ? ഷവർ ഓണാക്കാൻ പറ്റുമോ? സത്യം, എന്റെ ഷവറിൽ ഒരു സെക്കൻഡെങ്കിലും ചിലപ്പോൾ ഒരു തണുത്ത വെള്ളം വരും. അത് ആ തണുത്ത വെള്ളമാണോ അല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാടി അതിന്റെ നടുക്കാണ് നിൽക്കും. ഈ വെള്ളം തലിക്കും. അതായത് മുടിയെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോയത്. അതുകൊണ്ടായിരിക്കും. അതിന്റെ പുതിയ ഫ്ലാറ്റിലാട്ടോ, പഴയ ഫ്ലാറ്റിലൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ അക്കോമഡേഷൻ, പുതിയ അക്കോമഡേഷനിലുള്ള ഇതൊക്കെ നമുക്കെന്നാ തീവെള്ളം മാത്രമേ വരും. തീവെള്ളമേ ഉള്ളൂ, വേറെ ഒരു വെള്ളം പ്രതീക്ഷിക്കണ്ടോ? സോ ഗായ്സ്, എൻ്റെ മുത്തുമണികളെ, ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതാ പോവാം കേട്ടോ, റൂമിൽ പോവാണ്. ഇന്നത്തെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇന്ന് പ്രഷർ ഐറ്റംസ് കുറവായിരുന്നു, കാരണം എന്നെ ഇന്ന് പ്രഷറാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് പ്രഷറില്ലാത്ത ദിവസം എന്തായിരിക്കും എന്നറിയാം. നമുക്ക് പെട്ടെന്ന് വർക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ കടന്നു പോകും. മറ്റേത് നമുക്ക് പ്രഷർ കൊടുക്കുന്ന ദിവസം എന്തായിരിക്കും എന്നറിയാം. നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും അങ്ങോട്ട് നീങ്ങില്ല, അത് തീരുമില്ല. ചെയ്യുന്നുണ്ടോ, പക്ഷെ എന്തോ എവിടെയോ ഒരു ബ്ലോക്ക് വരും. എൻ്റെ ഒക്കെ അങ്ങനെ കേട്ടോ. എനിക്ക് പ്രഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആക്കി അടുത്തതാ ആ ലെവലിലായിരിക്കും. സോ ഗൈസ്, നമുക്ക് നേരെ ബസ് കയറാൻ പോവാം. സോ ഗൈസ്, ഞാനിതാ എൻ്റെ ഫ്ലാറ്റിലെത്തി, ബസ്സൊക്കെ കയറി വന്നു കേട്ടോ. ഇനി നമുക്ക് സോ ഗൈസ്, ഞാനിതാ റൂമിലെത്തി. ഇനി പരിപാടിയൊന്നുമില്ല, ജിമ്മിന് പോകണം. ആദ്യം എൻ്റെ കോഴിമുട്ടൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെക്കട്ടെ, പിന്നെ പ്രയർ, പിന്നെ ജിമ്മ്. അതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. വ്ളോഗല്ല കണ്ടൻറ്റ് കാര്യം വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, റൂമിൽ മരണ വീഡിയോ പടന്നു കൊടുക്കണം ഗൈസ്. ഹബീബികളെ, എൻ്റെ മുത്തുമണികളെ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകട്ടോ ഗൈസ്. പിന്നെ എന്താണ് വിശേഷങ്ങളെല്ലാവരുടെയും സുഖമല്ലേ? എൻ്റെ കൂളിംഗ് ഗ്ലാസ് മറ്റേ മഞ്ഞ് പിടിച്ച മാതിരി നിൽക്കുകയായിരുന്നു. ഒരു ക്യാമറ രണ്ടും തോത്തി ഇപ്പോഴാണ് ഞാൻ വീടെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. സോ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കാം. ഓക്കെ. സോ ഗൈസ്, ഇന്നത്തെ ചൂടെന്ന് പറയുകയാണെങ്കിലില്ലേ, വെയിലിൻ്റെ ചൂടുമുണ്ട്, പുറത്തത്തെ ഹ്യൂമിഡിറ്റിൻ്റെ ചൂടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജാതി ചൂട് ഗൈസ്. ഞാനിവിടെ പാലേജിലെത്തിട്ടെ എൻ്റെ ഫുഡ് എടുക്കട്ടെ. ഫുഡ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാനിതാ ജുമ്മാക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വന്ന് തുടങ്ങണം കേട്ടോ ഗൈസ്. ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് പോകാനായിട്ടോ.
അപ്പം ഞാനെൻ്റെ സ്റ്റൈലും മസിലൊക്കെ ഒന്നങ്ങ് നോക്കും. ജീവനും കൊണ്ട് ഓടിയതാണ് ഗൈസ്, ജീവനും കൊണ്ട് വേറെ പോയില്ല. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ റൂമിൽ പോവുകയാണ്. എന്നത്തെയും പോലെ ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മളെ റൂമിൽ പോക്ക് പറിച്ചത്. യെസ്, അതെ, അവളും അങ്ങനെ തന്നെയാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്, ബാക്കി നമുക്ക് അവിടെ എത്തിക്കാം. ഡോറ് ആനയുടെ ഒക്കെ ഡോർ പോലെ. ഇമ്മച്ചിൻ്റെ കലാവിരുതുകളാണ് ഗൈസ് വീട്ടിലുണ്ടാക്കിയ. ഇതിനെന്താ പറയാ, ഇതിനെന്താ മച്ചി പറയാ, ഈ ഉണ്ടാക്കണതിനൊക്കെ എന്താ പറയല്? ക്രാഫ്റ്റ് വർക്കല്ലേ? ഓ, ഉമ്മച്ചി ക്രാഫ്റ്റ് വർക്കുകളിൽ പുലിയാണെന്ന് പറഞ്ഞേ. എന്തൊക്കെ ഉണ്ടാക്കിക്കണ നിങ്ങള്? അല്ല, എന്നാൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും? ആ, ക്ലിപ്പോ, ഡ്രസ്സോ, കുട്ടികളെ ക്ലിപ്പോ? ആ ആ നിങ്ങൾ ഉണ്ടാക്കിയ ഇതൊക്കെ കൈമേലിടുന്ന സാധനം അത് നോക്കട്ടെ. ഇതെന്താ, എയർ ബാൻഡോ? ഓഹോ, അത് ശരി. ക്ലിപ്പോ? ഓ, ക്രിയേറ്റിവിറ്റി. ഗൈസ്, നസീമാത്ത ക്രിയേറ്റിവിറ്റി കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഓർഡറുകളൊക്കെ എടുക്കും നിങ്ങൾ? ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ, അങ്ങനെ പറ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ സാധനത്തിൻ്റെ ഒക്കെ ഓർഡറുകൾ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഗൈസ്, സാധനം കിട്ടും. അടിപൊളിയാണ്. ആ, ഇഷാൻ മുഷ്ഫിക്കോടാ ഒന്ന് ഫോൺ കൊടുത്താണി. സോ ഗൈസ്, ഞാൻ റൂമിലെത്തി. എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ എല്ലാം കഴിച്ചു. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗൈസ്, നേരെ താടി മുടി ഒക്കെ സെറ്റാക്കുക. ഇന്നത്തെ ജിമ്മിന് നമ്മൾ പോകുന്നില്ല ഗൈസ്. കിച്ചൺ ഭരിക്കുന്നത് അഫ്സൽ. ഇന്നെന്താ അഫ്സലെ ഫുഡ്? ഇതുണ്ടാക്കിയതാ ഗൈസ്. ജിമ്മിനൊന്ന് ചിലപ്പോൾ പോകണുള്ളൂ, ഉറപ്പില്ല. ഒന്ന് താടി മുടി സെറ്റാക്കും. അപ്പോൾ അഫ്സലിൻ്റെ കറി, അഫ്സൽ ഫാൻസിന് കാണുവാൻ കടലക്കറി. ഓ, കിച്ചൺ ഫുൾ ഭരണം അഫ്സലായിട്ട് എടുത്തുനിന്ന് കേട്ടോ ഗൈസ്. വയ്യ, ഞാൻ പോരടാ. എല്ലാവരും ജിമ്മിന് പോയിരിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ 10 മണി വരെ ഉള്ളൂ ജിമ്മ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായി ജിമ്മിന് പോകണില്ല. കാരണം നമ്മളെ ബാർബർ ചെക്കൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പോകാൻ പിന്നെ അങ്ങനെ കിട്ടൂല, തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോയിട്ട് താടി ഷേപ്പാക്കിയിട്ട് വരാം. ഒന്നാമത് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, ഓൾറെഡി എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പോകാത്തത്, അതൊക്കെ കണക്കിലെടുത്തിട്ട്. അപ്പോൾ ലിഫ്റ്റ് വന്നു, നമുക്ക് പോയി ഒന്ന് സുന്ദരനായിട്ടും വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ